നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രവാസി ഓൺലൈൻ ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്തതിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും അതിരുകളില്ലാത്ത കരുണയുടെ സന്ദേശമാണ് ഈ ഉയർപ്പ് തിരുനാൾ മാനവരാശിക്ക് പകരുന്നത്. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ പ്രത്യാശയുടെ പൊൻപുലരിയെ വിശ്വാസികൾ ഭക്തി നിർഭരമായിട്ടാണ് വരവേറ്റത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും പതിനായിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വത്തിക്കാനിൽ ലെയോ 14 മാർപ്പാപ്പ വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശവും ആശംസകളും നേർന്നു. പാപത്തിന്മേലും മരണത്തിന്മേലും യേശുനാഥൻ നേടിയ വിജയം സഹനത്തിലൂടെ കൈവരിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമാണ്. മറ്റുള്ളവർക്ക് നേർവഴി കാട്ടുകയും പ്രത്യാശയുടെ കിരണങ്ങൾ പകരുകയും ചെയ്ത ക്രിസ്തുവിന്റെ ജീവിതം എന്നും മാനവകുലത്തിന് വഴികാട്ടിയാണ്. ഉത്ഥിതനായ നാഥൻ ഏവരുടെയും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും അപ്പുറം പ്രകാശപൂർണമായ ഒരു നാളെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് പ്രവാസി ഓൺലൈന്റെ ഹൃദയം നിറഞ്ഞ ഉയർപ്പ് തിരുനാൾ ആശംസകൾ നേരുന്നു. ഇനിയും വാർത്തകളിലേക്ക് കടന്നാൽ, ഹോർമൂസ് കടലിടുക്കിന്റെ പേരിൽ ഇറാന് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ നരകം കാണേണ്ടി വരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ ഭരണകൂടത്തിന് കനത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനുമായുള്ള കരാറിലെത്താനോ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനോ നൽകിയ 10 ദിവസത്തെ കാലാവധി അവസാനിക്കാൻ ഇനി വെറും 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. സമയം അതിവേഗം നീങ്ങുകയാണ്. ഇതിനു പിന്നാലെ നരകം അവർക്ക് മേൽ പതിക്കും എന്ന് ട്രംപ് കുറിച്ചു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണിത്. നിലവിൽ ഇറാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ പാത തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കാനും വിതരണ ശൃംഖല അവതാളത്തിലാകാനും കാരണമായിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. നേരത്തെ നൽകിയ 48 മണിക്കൂർ കാലാവധി 10 ദിവസത്തേക്ക് കൂടി ട്രംപ് നീട്ടി നൽകിയിരുന്നു. പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഫലങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് ആഗോള വിപണിയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ജർമ്മനിയിലെ ലോവർ സാക്സണിയിലുള്ള ലാറ്റ്സെന്റിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന നഴ്സിംഗ് ഹോം അഴിമതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. നഴ്സിംഗ് ഹോമിലെ അഴിമതി കാരണം ഒറ്റ രാത്രി കൊണ്ട് 59 വയോധികരെ ഒഴിപ്പിച്ചു. ജീവനക്കാർക്ക് ശമ്പളമില്ല. ഒടുവിൽ അധികൃതർ ഇടപെടുകയായിരുന്നു. ജർമ്മനിയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ നടന്ന ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് അവിടെ താമസിപ്പിച്ചിരുന്ന 59 വയോധികരെ മണിക്കൂറുകൾക്കുള്ളിൽ ഒഴിപ്പിക്കേണ്ടി വന്നു. വയോജന സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ദീർഘകാലമായി ശമ്പളം ലഭിച്ചിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിന്റെ ചുരുക്കം നോക്കിയാൽ, പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഉണ്ടായത്. വയോധികരുടെ സുരക്ഷ കണക്കിലെടുത്ത് അധികൃതർ, അതായത് കെയർ ഓവർസൈറ്റ്, ഇടപെട്ട് സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. താമസക്കാരുടെ ദുരവസ്ഥ കാരണം മണിക്കൂറുകൾക്കുള്ളിൽ 59 അന്തേവാസികളെയും മറ്റു വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. ഇത് വയോധികരിലും അവരുടെ കുടുംബാംഗങ്ങളിലും വലിയ മാനസിക വിഷമമാണ് ഉണ്ടാക്കിയത്. ഇത്രയും കാലം ഈ പ്രശ്നം ആരും ശ്രദ്ധിച്ചില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇവിടെ മലയാളികൾ ആരും തന്നെ ജോലി ചെയ്തിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. അതേസമയം ജർമ്മനിയിലെ ഒട്ടുമുക്കാലും വയോജന കേന്ദ്രത്തിലും അല്ലെങ്കിൽ ട്രാങ്കൻ ഹൗസിലും ആശുപത്രികളിലും ഒക്കെ തന്നെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു വസ്തുത പറയാതിരിക്കാതെ വയ്യ.
ജർമ്മനിയിൽ തുടർച്ചയായ 4-ാം ദിവസവും ഇന്ധനവിലയിൽ റെക്കോർഡ് വർധനയുണ്ടായി. 12 മണി നിയമം ജനങ്ങൾക്കിപ്പോൾ തിരിച്ചടിയാവുകയാണ്. പുതിയ 12 മണി നിയമം നിലവിൽ വന്നിട്ട് 4 ദിവസം പിന്നിടുമ്പോൾ ഓരോ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വില പുതിയ റെക്കോർഡുകൾ തകർക്കുകയാണ്. വില നിലവാരം നോക്കിയാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഡീസൽ ലിറ്ററിന് 2.49 യൂറോയും സൂപ്പർ പെട്രോളിന് 2.29 യൂറോയും E10-ന് 2.23 യൂറോയുമാണ് ശരാശരി വില. അതേസമയം മിനിറ്റുകൾക്കുള്ളിലെ മാറ്റത്തിൽ ഉച്ചയ്ക്ക് 11:55-ന് ഡീസലിന് 2.39 യൂറോ ആയിരുന്നു. വില വെറും 5 മിനിറ്റിനുള്ളിൽ 10 സെന്റാണ് വർദ്ധിച്ചത്. 12 മണി നിയമപ്രകാരം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ സർക്കാർ നിയമം പെട്രോൾ പമ്പുകൾക്ക് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ വില വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ ഈ നിയമം വന്നതോടെ എണ്ണ കമ്പനികൾ ഓരോ ദിവസവും വില വലിയ തോതിൽ ഉയർത്തുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ബെർലിനിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. വൻ ദുരന്തമാണ് ഒഴിവായത്. ശനിയാഴ്ച പുലർച്ചെ ബെർലിനിലെ നോയക്കോൾ ജില്ലയിലുണ്ടായ അതിഭീകരമായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പന്നിയർ സ്ട്രീറ്റിലെ 7 നിലകളുള്ള കെട്ടിടത്തിലാണ് പുലർച്ചെ 5 മണിയോടെ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള ഒരു ഫ്ളാറ്റിലാണ് തീ പടർന്നത്. ഫ്ളാറ്റിലെ താമസക്കാരിയായ 59 വയസ്സുകാരിയും 34 വയസ്സുള്ള മകനും തീ പടരുന്നത് കണ്ട് ഉടൻ തന്നെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പുക നിറഞ്ഞ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ 27 പേരെ അഗ്നിശമന സേന സാഹസികമായി രക്ഷപ്പെടുത്തി. ഇതിൽ 18 പേരെ ഏണി ഉപയോഗിച്ചും 9 പേരെ പുക ശ്വസിക്കാതിരിക്കാനുള്ള പ്രത്യേക കവചങ്ങൾ ധരിപ്പിച്ചുമാണ് പുറത്തെത്തിച്ചത്. ആകെ 17 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇത് വെറുമൊരു അപകടമാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനാൽ ബെർലിൻ സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായതോടെ സൈബർ തട്ടിപ്പുകൾ ജർമ്മനിയിൽ വൻതോതിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫെഡറൽ ഓഫീസ് ഫോർ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ ഓരോ 14-ാമത്തെ വ്യക്തിയും ഓൺലൈൻ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ്, ഫിഷിംഗ് ആക്രമണങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തൽ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ബിറ്റ്കോം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് ശരാശരി 219 യൂറോ നഷ്ടപ്പെടുന്നുണ്ട്. സാധാരണ വീട്ടുപകരണ ഇൻഷുറൻസ് നിയമപരിരക്ഷകളോ പലപ്പോഴും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കവറേജ് നൽകാറില്ല. ഈ സാഹചര്യത്തിൽ കമ്പനികൾ പുതിയ സൈബർ ഇൻഷുറൻസ് പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം തന്നെ അപ്രതീക്ഷിതമായ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ സൈബർ ഇൻഷുറൻസ് പോലുള്ള മുൻകരുതൽ അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു. ജർമ്മനിയിലെ പ്രശസ്തമായ വിവാൻഡസ് ക്ലിനിക്കം അർബൻ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു രോഗി കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ക്രോയ്സ്ബർഗ് ജില്ലയിലെ ഈ ആശുപത്രിയിൽ അപകടമുണ്ടായത്. ആശുപത്രിയിലെ 2-ാം നിലയിലുള്ള ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ മുറിയിലുണ്ടായിരുന്ന രോഗിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. പുക ശ്വസിച്ചതിനെ തുടർന്ന് 3 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഹോസ്പിറ്റൽ ബെഡിന് തീപിടിച്ചതാണോ അതോ മറ്റ് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജർമ്മനിയിലെ ആശുപത്രികളിൽ ഇത്തരം അഗ്നിബാധകൾ അപൂർവമാണെങ്കിലും പഴയ കെട്ടിടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ജർമ്മനിയിലെ പുതിയ സൈനിക നിയമം അനുസരിച്ച് 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർ വിദേശയാത്രയ്ക്ക് സൈനിക അനുമതി വാങ്ങണം. ജർമ്മനിയിൽ ഈ വർഷം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ സൈനിക സേവന പരിഷ്കരണ നിയമം പ്രവാസികൾക്കും വിദേശയാത്ര നടത്തുന്നവർക്കും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള ജർമ്മൻ പുരുഷന്മാർ 3 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ജർമ്മൻ സൈന്യത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. ആർക്കൊക്കെ ബാധകമാണെന്ന് ചോദിച്ചാൽ 18 മുതൽ 45 വയസ്സ് വരെയുള്ള എല്ലാ ജർമ്മൻ പുരുഷന്മാർക്കും ഈ നിയമം ബാധകമാണ്. പഠനാവശ്യത്തിനോ ജോലിക്കോ ആയോ ലോകം ചുറ്റിക്കറങ്ങാനോ പോകുന്നവർ 3 മാസത്തിൽ കൂടുതൽ വിദേശത്ത് തങ്ങുന്നുണ്ടെങ്കിൽ ബുണ്ടസ്വെയർ കരിയർ സെന്ററിൽ നിന്ന് അനുമതി പത്രം വാങ്ങിയിരിക്കണം. ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എത്ര പുരുഷന്മാർ രാജ്യത്തിന് പുറത്തുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് സൈന്യത്തിൽ ലഭിക്കാനാണ് ഈ നീക്കം. ശീതയുദ്ധകാലത്ത് നിലവിലുണ്ടായിരുന്ന ഈ നിയമം ഇപ്പോൾ വീണ്ടും കർശനമാക്കുകയാണ്. നിലവിൽ സൈനിക സേവനം നിർബന്ധമില്ലാത്തതിനാൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം അനുമതി നൽകാൻ കരിയർ സെന്ററുകൾ ബാധ്യസ്ഥരാണ്. പ്രത്യേക സൈനിക ഡ്യൂട്ടി ഇല്ലാത്ത സമയമാണെങ്കിൽ അനുമതി നിഷേധിക്കില്ലെന്ന് സൈനിക വക്താവും വ്യക്തമാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ചാൻസലർ ഫ്രീഡ്രിഷ് മെർസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത്.
ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടിയിൽ കൊല്ലപ്പെട്ട ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബന്ധുക്കൾ അമേരിക്കയിൽ അറസ്റ്റിലായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ മുൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ സഹോദരപുത്രിയെയും കൊച്ചുമകളെയും US കുടിയേറ്റ വിഭാഗം അറസ്റ്റ് ചെയ്തു. സുലൈമാനിയുടെ സഹോദരപുത്രിയെയും അവരുടെ മകളെയുമാണ് ICE കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ ഗ്രീൻ കാർഡുകൾ US വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കിയതിനെ തുടർന്നാണ് നടപടി. ഇറാനിലെ ഭീകര ഭരണകൂടത്തെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണച്ചുവെന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. അമേരിക്കയിലെ സ്വതന്ത്ര ജീവിതം ആസ്വദിക്കുമ്പോൾ തന്നെ ഇറാനിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനു വേണ്ടി പ്രചാരണം നടത്തിയെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ഇവരുടെ വീസ റദ്ദാക്കിയിരുന്നു. കൂടാതെ സുലൈമാനിയുടെ സഹോദരപുത്രിയുടെ ഭർത്താവിനും അമേരിക്കയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ട്രംപ് ഇറാന് നേരെ കർശന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുലൈമാനിയുടെ ബന്ധുക്കളുടെയും അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇറാന്റെ പ്രതികരണത്തിനായി ലോകം ഉറ്റുനോക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.